നമസ്കാരം. ചൈനയിൽ ഭീതി പടർത്തി കുട്ടികളിൽ ന്യൂമോണിയ അതിവേഗം പടർന്നു പിടിക്കുകയാണ്. കോവിഡ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് മാസ്കുകൾ ധരിച്ച ആൾക്കൂട്ടം ചൈനയിലെ ആശുപത്രികളിലേക്ക് ഒഴുകിയെത്തുന്നത്. കുട്ടികൾക്കിടയിൽ ശ്വാസകോശ രോഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കർണാടക, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വിഭാഗമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കർണാടക ആരോഗ്യ വകുപ്പ് പൗരന്മാർക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ബോധവാന്മാരാകണമെന്ന് നിർദ്ദേശം നൽകി. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ദീർഘകാല മരുന്നുകൾ കഴിക്കുന്നവർ തുടങ്ങിയ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. പനി, വിറയൽ, വിശപ്പില്ലായ്മ, ഓക്കാനം, തുമ്മൽ, 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന വരണ്ട ചുമ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രാജസ്ഥാനിലെ മെഡിക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ജീവനക്കാരോട് ജാഗ്രത പാലിക്കാനും ദ്രുത പ്രതികരണ ടീമുകളെ രൂപീകരിക്കാനും നിർദ്ദേശിച്ചു. രോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനുമായി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. നിലവിൽ ആരോഗ്യസ്ഥിതികൾ ആശങ്കാജനകമല്ലെന്നും എന്നാൽ സംസ്ഥാനത്തുടനീളമുള്ള പകർച്ചവ്യാധികൾ തടയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി മെഡിക്കൽ സ്റ്റാഫ് പൂർണ്ണ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് രാജസ്ഥാൻ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശുഭ്ര സിംഗ് പറയുന്നത്. രോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനുമായി 3 ദിവസത്തിനകം കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സിംഗ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സീസണൽ ഫ്ലൂ വ്യാപനത്തെക്കുറിച്ചും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. 5 മുതൽ 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഇത് പകർച്ചവ്യാധിയാണെന്നും മരണനിരക്ക് കുറവാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. അപകട സാധ്യത വിഭാഗത്തിൽ ഇത് 3 ആഴ്ചകളോളം നീണ്ടു നിൽക്കാനിടയുമുണ്ട്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മുഖം മറയ്ക്കുക, ഇടയ്ക്കിടെ കൈകൾ കഴുകുക, ആൾക്കൂട്ടങ്ങളിൽ മാസ്ക് ധരിക്കുക തുടങ്ങിയവ പാലിക്കണമെന്നും പറയുന്നുണ്ട്. ചൈനയിലെ രോഗവ്യാപന പശ്ചാത്തലത്തിൽ കൂടുതൽ കരുതൽ വേണമെന്ന് ഉത്തരാഖണ്ഡും മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിലെ ചാമേലി, ഉത്തരാകാശി, പിതോർഗർ തുടങ്ങിയ 3 ജില്ലകളിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സാഹചര്യത്തിലാണിത്. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും മുൻകരുതൽ തുടരണമെന്നും പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കണമെന്നുമാണ് രാജസ്ഥാൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശിശുരോഗ വിഭാഗങ്ങളിലും മരുന്ന് മേഖലകളിലും ആവശ്യ നടപടികൾ കൈക്കൊള്ളണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം കോവിഡ് കാലത്ത് രൂപീകരിച്ച ആരോഗ്യ സംവിധാനം പുതിയ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമാക്കണമെന്ന് ഗുജറാത്തും വ്യക്തമാക്കി. എന്നാൽ തമിഴ്നാട് ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രിവന്റീവ് മെഡിസിൻ സംസ്ഥാനത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കായി നിരീക്ഷണം ശക്തമാക്കാൻ ആരോഗ്യ വകുപ്പിന് മുന്നറിയിപ്പ് നൽകി. രോഗനിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം രോഗികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ശക്തമാക്കാനും ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയതിനു പിന്നാലെയാണ് ശ്വാസകോശ രോഗങ്ങളുടെ കാര്യത്തിൽ വർധനയുണ്ടായിരിക്കുന്നതെന്നാണ് ചൈനയിലെ അധികൃതർ നൽകുന്ന വിശദീകരണം. കൂടാതെ കുട്ടികളെ ബാധിക്കുന്ന മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്ന സാധാരണ ബാക്ടീരിയൽ അണുബാധയുടെ വ്യാപനവും കാരണമാണെന്നും മെയ് മുതൽ അത് കണ്ടുവരുന്നുണ്ടെന്നും ചൈന വ്യക്തമാക്കുന്നു. എന്നാൽ രോഗം കൂടുതൽ പടരുന്നത് തടയാൻ ആവശ്യ നടപടികൾ കൈക്കൊള്ളണമെന്ന് ലോകാരോഗ്യ സംഘടനയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തനിനിറം.